ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല ഒന്ന് രണ്ട് ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്ന ടിപ്സൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണും കേട്ടോ. നല്ല നല്ല ടിപ്സാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ടിപ്പ് നമുക്ക് നോക്കാം. നമുക്ക് സാധാരണയായിട്ട് പനി ജലദോഷമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പാരസെറ്റാമോൾ പാനഡോൾ പോലുള്ള ടാബ്ലറ്റ് കഴിക്കാറുണ്ടല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് അഡോൾ എന്ന് പറഞ്ഞ് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എക്സ്പയർ ആകുമ്പോൾ നിങ്ങളെടുത്ത് കളയരുത്. ഇതുകൊണ്ട് നല്ലൊരു യൂസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ചില സമയത്തൊക്കെ അയൺ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ പെട്ടെന്നൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഈ അയൺ ബോക്സിൽ ഇങ്ങനെ കരിഞ്ഞു പിടിക്കാറുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു കരിഞ്ഞു പിടിച്ചത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ വെച്ചിട്ടുള്ള ആ ഒരു ഒരു ടാബ്ലറ്റ് എടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ അയൺ ബോക്സ് ഒന്ന് ഹീറ്റ് ചെയ്യുക. ഒരു ടാബ്ലറ്റ് കൊണ്ട് അതിലേക്ക് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. പക്ഷേ എക്സ്ട്രാ കെയർ ആയിരിക്കണം കേട്ടോ, നല്ല ചൂടല്ലേ. അതിനുശേഷം നല്ലൊരു കോട്ടൺ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ടിപ്പാണ് കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് മാർക്കറ്റിൽ പോയൊക്കെ ഫിഷ് വാങ്ങിച്ചിട്ടൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ചിലപ്പോൾ മറ്റെന്തെങ്കിലും ജോലിയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അതൊന്നും എടുത്തൊന്ന് ഫ്രിഡ്ജിലൊന്നും ചിലപ്പോൾ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റില്ല. ചിലരൊക്കെ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ടായിരിക്കും വെക്കുക, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ക്ലീൻ ചെയ്ത് വാങ്ങിച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് നല്ല ബോക്സിലൊക്കെ ആക്കി വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ ചിലപ്പോൾ ഈ ബൾക്കായിട്ട് നമ്മളൊരു കവറിലൊക്കെ കൊണ്ട് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മീൻ നമ്മൾ എടുക്കുന്ന സമയത്ത് എല്ലാ മീനും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചായിരിക്കും ഇരിക്കും. ഇപ്പോൾ നമ്മൾ 2 കിലോയോ 1 കിലോയൊക്കെ വാങ്ങിച്ച് വെക്കുമ്പോൾ അത് കംപ്ലീറ്റും ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ ഒറ്റ കെട്ടായിട്ട് ഇങ്ങനെ ഐസായിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു പക്ഷേ ഒരു ദിവസം നമുക്കിപ്പോൾ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒരു 4 5 അല്ലെങ്കിൽ ഒരു 10 പീസ് മതിയാവും. അപ്പോൾ അത് മാത്രം നമുക്കത് എടുക്കണമെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ഫിഷ് എടുത്ത് പുറത്ത് വെച്ചിട്ട് അത് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് മീൻ എടുക്കണമെങ്കിൽ ഒരു ടിപ്പാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഫിഷ് ഇതുപോലുള്ള കവറിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് വെക്കുക. അതിനുശേഷം ഒരു 1 അവർ കഴിയുമ്പോഴേക്കും നിങ്ങൾ മറക്കരുത് കേട്ടോ. മറന്നു കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ മറക്കരുത്. നിങ്ങൾ ഒരു 1 അവർ കഴിയുമ്പോഴേക്കും ഇതേപോലെ തന്നെ ഫിഷ് ആ ഫ്രീസറിൽ നിന്ന് ഒന്ന് എടുത്തതിന് ശേഷം ഇതേപോലെ ഇതേപോലെ ഷേക്ക് ചെയ്ത് കൊടുക്കുക, അതായത് കുലുക്കി കൊടുക്കുക. കുലുക്കിയതിന് ശേഷം നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴും തന്നെ ഈ 1 മണിക്കൂർ കൊണ്ട് തന്നെ അതിലേക്ക് പിടിച്ചിട്ടുള്ള ഐസ് കൊണ്ട് ഇത് നമുക്കിങ്ങനെ ഇൻഡിവിജ്വലി ഇത് ആയി കിട്ടും കേട്ടോ. നമ്മളിങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ മറന്ന് പോയിട്ടില്ലെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ചെയ്താലും പ്രശ്നമില്ല. നിങ്ങൾ 1 2 പ്രാവശ്യം ചെയ്യാനായി കുറച്ചുകൂടി നല്ലതായിരിക്കും. അതിനുശേഷം ഇത് ഏത് സമയത്തെടുത്താലും ഇതേപോലെ നമുക്ക് ഇൻഡിവിജ്വലി ഫിഷ് കിട്ടും. അപ്പോൾ നമുക്കിത് ചെറിയ ഫിഷ് ആണെങ്കിലും വലിയ ഫിഷ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ മത്തി അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ അയല ചില സമയത്തൊക്കെ ഞാൻ കട്ട് ചെയ്ത് തന്നെയാണ് കേട്ടോ ഫിഷ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത്. എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മൾ നല്ല അർജൻറ്റായിട്ട് നിൽക്കുമ്പോൾ നമുക്കത് കട്ട് ചെയ്യാൻ കൊടുക്കാനോ തിരക്കൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ കൊണ്ടുവരാറുണ്ട്. ഇതേപോലെ ഞാൻ വെക്കും കേട്ടോ. അതിനുശേഷം നമുക്കിങ്ങനെ ഇൻഡിവിജ്വലി എത്ര പീസ് വേണം അത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പും നമ്മുടെ ഫിഷിൻ്റെ ടിപ്പ് തന്നെയാണ്. അതായത് നമ്മൾ ഫിഷൊക്കെ കട്ട് ചെയ്യാൻ സാധാരണയായിട്ട് നമ്മൾ നൈഫാണ് യൂസ് ചെയ്യുന്നത്, കത്തി യൂസ് ചെയ്യും. എന്നാലും നമ്മളിവിടെ സിസർ യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര കിലോ ഫിഷ് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനും കട്ട് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ അത് വലിയ ഫിഷോ ചെറിയ ഫിഷോ അങ്ങനെയൊന്നുമില്ല, ഏത് ഫിഷാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ കയ്യിൽ നല്ലൊരു സിസർ ഉണ്ടായിരിക്കണം. ഈ സിസറിൻ്റെ കണ്ടോ, ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഇതേപോലെ ഒരു ഗ്രിപ്പുള്ളൊരു ഭാഗമായിരിക്കും. ആ ഒരു ഭാഗം യൂസ് ചെയ്തിട്ട് നമുക്ക് ഫിഷിൻ്റെ പെനലൊക്കെ നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ വലിയ ഫിഷായാലും ചെറിയ ഫിഷായാലും നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പം ചെറിയ ഫിഷ് ആണെങ്കിലും വലുതാണെങ്കിലും ഇതേപോലെ ആദ്യം നമുക്ക് അതിൻ്റെ പെനലെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർക്ക് ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഭയങ്കര ഈസിയാണ്. നമ്മൾ കത്തി യൂസ് ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് കഴിയും. എന്നിട്ട് നമുക്ക് ആ ഒരു സിസർ കൊണ്ട് തന്നെ കണ്ടോ ഇതിൻ്റെ സൈഡ്സൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അതിൻ്റെ തലയും കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, അതിനുശേഷം സൈഡ്സൊക്കെ കട്ട് ചെയ്ത് നമ്മൾ സാധാരണ നൈഫ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നല്ലൊരു സിസറൊക്കെ വാങ്ങിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ സിസർ യൂസ് ചെയ്ത് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ സിസർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു പക്ഷേ ഈ ചെറിയ ഫിഷ് മാത്രമേ പറ്റുള്ളൂ എന്ന് വിചാരിക്കും. അല്ല കേട്ടോ, നമുക്ക് ചെറുതും വലുതും ഒക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമനുസരിച്ച് ചെയ്യാം. പിന്നെ ഈ വലിയ ഫിഷ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ പറയുന്ന ഒരു 4 kg 5 kg ഒക്കെ വലിയ അയക്കൂറയോ അല്ലെങ്കിൽ നമ്മുടെ ടൂണ ചൂര പോലുള്ള ഫിഷൊക്കെ ഒരു പക്ഷേ അതിൻ്റെ ഹെഡ് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലാ പ്രോസസ്സും ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന
നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഫിഷ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതുപോലെ ചെറിയ ചെറിയ ഫിഷൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ, ഞാൻ കണ്ട ഇൻഡിവിജ്വലി എനിക്കിപ്പോൾ എത്ര പീസാണോ വേണ്ട മത്തി അത്ര എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര പീസ് അയല വേണോ അങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്യണ്ടോ, അയലേക്ക് നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഇതേപോലെ തന്നെ അതിൻ്റെ ആ സൈഡ് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സൈഡ്സും അതിൻ്റെ വാലും ഒക്കെ നമുക്ക് ഇത് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഹെഡും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല സിസറാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡ് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ല ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് കിച്ചണിലൊക്കെ പെട്ടെന്ന് പണിയൊക്കെ കഴിയും കേട്ടോ. കണ്ടോ, ഇപ്പം ഞാൻ ഇത് കണ്ടോ, ഇത് കംപ്ലീറ്റ് അതിൻ്റെ ഹെഡ് റിമൂവ് ചെയ്ത് കാണിച്ചതാണ്. നിങ്ങൾക്കിപ്പോൾ ഹെഡ് റിമൂവ് ചെയ്യണ്ട എങ്കിൽ നമ്മളെ ഹെഡോട് കൂടി വെച്ചിട്ടൊക്കെ ചില സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്യുന്നില്ലേ, അപ്പോഴും നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. അതായത് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലേ, ഫിഷൊക്കെ കട്ട് ചെയ്യുന്നവരായിരിക്കും ഒരു പക്ഷേ വീഡിയോ കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യണ്ടോ, ഇതിൻ്റെ ഹെഡ് നമുക്കിത് ഇതേപോലെ ഹെഡ് ജസ്റ്റ് അത് അങ്ങനെ സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിനകത്ത് കാര്യങ്ങളൊക്കെ നമുക്കിത് ഇതേപോലെ റിമൂവ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ കൂടുതൽ നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്സൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്